നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 10 ദിവസത്തെ ഉദ്യോഗജനകമായ കാത്തിരിപ്പുകൾക്കും നാടകങ്ങൾക്കും ഒടുവിൽ ഇതാ AICC കേരള മുഖ്യമന്ത്രിയായി ശ്രീ VD സതീശനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യമായി നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ. ഇനിയും നയിക്കും പടപൊരുതിയവൻ ഇനി ഇവിടെ മുഖ്യൻ. ജയ ജയ ജനനായകനേ, ജയ ജയ പ്രിയ നേതാവേ, ജയ ജയ ജനനായകനേ, ജയ ജയ പ്രിയ നേതാവേ. പട നയിച്ചവൻ, പട പൊരുത്തിയവൻ, ഇനി നയിക്കുന്നവൻ ജനമനസ്സുകളിൽ. പട നയിച്ചവൻ ഇനിയും നയിക്കും, പട പൊരുതിയവൻ ഇനി ഇവിടെ മുഖ്യൻ. ജയ ജയ ജനനായകനേ, ജയ ജയ പ്രിയ നേതാവേ, ജയ ജയ ജനനായകനേ, ജയ ജയ പ്രിയ നേതാവേ. നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശൻ ഇനി സേഫായോ? പ്രധാന പ്രതിപക്ഷമായി KC ഗ്രൂപ്പും RC ഗ്രൂപ്പും മാറുമോ? എതിർ ഗ്രൂപ്പുകൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് കടുത്ത വെല്ലുവിളികൾ സൃഷ്ടിക്കുമോ? തലവേദനയാകുമോ? പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. KC വേണുഗോപാലിന്റെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്നും അദ്ദേഹം സന്തുഷ്ടനാണ് എന്ന് തോന്നുമെങ്കിലും കടുത്ത നിരാശയിലാണ് KC പക്ഷം. തന്നെ അവഗണിച്ചതിൽ കടുത്ത അതൃപ്തി AICCയെ അറിയിച്ച് രമേശ് ചെന്നിത്തല. അദ്ദേഹം പരസ്യ പ്രതികരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ VD അനുകൂലികളായ ജനങ്ങളും പ്രവർത്തകരും ആവേശത്തിലാണ്. അവർ കേക്ക് മുറിക്കലും ലഡു പടക്കം പൊട്ടിക്കലുകളുമായി സന്തോഷം പങ്കിടുകയാണ്. മുസ്ലിം ലീഗ് പ്രവർത്തകരും മറ്റ് ഘടകകക്ഷി പ്രവർത്തകരും ആവേശത്തിലാണ്. KC RC ക്യാമ്പുകളിൽ കടുത്ത നിരാശയും മൗനവും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന പ്രതീതി. ഭരണപക്ഷവും പ്രതിപക്ഷവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും തന്നെ എന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. പാർട്ടിക്കുള്ളിൽ നേതാക്കളും അണികളും തമ്മിലുള്ള മത്സരം. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നടന്ന കടുത്ത തെരഞ്ഞെടുപ്പിൽ VD സതീശൻ കപ്പ് തൂക്കി. ഇനി ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി അവർ തുടരും. പുറമെ നിന്നും അവരെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികളായ LDFും BJPയും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞു. ഒപ്പം തന്നെ ആദ്യം മുതൽക്കേ പിന്തുണച്ച മുസ്ലിം ലീഗിനും മറ്റ് ഘടകകക്ഷികൾക്കും. അദ്ദേഹത്തിന്റെ ആദ്യ പത്രസമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും തന്നെ കാണാൻ കഴിയുമായിരുന്നില്ല. UDFന്റെ മന്ത്രിസഭാ തീരുമാനങ്ങളിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ നേതാക്കളും ഒരു ടീം വർക്കായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് VD സതീശൻ അഭ്യർത്ഥിച്ചു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും പിന്തുണ സതീശന് അത്യാവശ്യമാണ്. ഇടങ്ങി നിൽക്കുന്നവരെ അനുനയിപ്പിക്കണം. ഭൂരിഭാഗം MLAമാരും പിന്തുണ നൽകിയത് KC വേണുഗോപാലനാണ്. KC പറയുന്നത് പോലെ മാത്രമേ ഇനി MLAമാർ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന MLAമാരും. ഈ രണ്ട് ചേരിയിലുമുള്ള MLAമാർ VD സതീശന്റെ മന്ത്രിസഭയിൽ മന്ത്രിമാരായി ഉണ്ടാകും. VD സതീശന് കട്ട സപ്പോർട്ടുമായി മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും ഉണ്ടാകും.
സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തിങ്കളാഴ്ച ഉണ്ടാകാനാണ് സാധ്യത. ഇനി മന്ത്രിമാർ ആരൊക്കെയാകണം എന്ന തീരുമാനം വരണം. അവകാശവാദങ്ങൾ ഗ്രൂപ്പുകളിൽ നിന്നും ഉയർന്നു വരും. ശക്തമായ സമ്മർദ്ദങ്ങൾ സതീശന്റെ മേലുണ്ടാകും. ഘടകകക്ഷികൾ തങ്ങൾ ആവശ്യപ്പെടുന്ന സീറ്റുകളിൽ ഉറച്ചു നിൽക്കും. മുതിർന്ന നേതാക്കൾ പ്രധാന മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടും. ഒപ്പം ലീഗും. ഇവരെയൊക്കെ അനുനയിപ്പിച്ച് സമയബന്ധിതമായി ഒരു മന്ത്രിസഭ രൂപീകരണം വളരെ ശ്രമകരമാണ്. ഇടങ്ങി നിൽക്കുന്ന രമേശ് ചെന്നിത്തല പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. തന്നേക്കാൾ ജൂനിയറായ VD മുഖ്യമന്ത്രി ആയാൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. മന്ത്രിയെങ്കിൽ മന്ത്രി, രാഷ്ട്രീയമല്ലേ, ചിലപ്പോൾ മനസ്സ് മാറിയേക്കാം. എന്തായാലും പുതിയ മന്ത്രിസഭ രൂപീകരണം കൂടി കഴിയുമ്പോൾ പാർട്ടിക്കുള്ളിൽ സതീശന്റെ ശത്രുക്കളുടെ എണ്ണം ഇനിയും കൂടും. ആദ്യമൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടാം. ഒടുവിൽ പതിയെ പതിയെ കലഹങ്ങൾ മറനീക്കി പുറത്തു വരും. ജനപിന്തുണ തനിക്കാണ് എന്ന് വരുത്തി തീർത്ത് AICCയെ കടുത്ത സമ്മർദ്ദത്തിൽ ആക്കിയാണ് VD സതീശൻ ഈ മുഖ്യമന്ത്രി പദം സ്വന്തമാക്കിയത്. അതിലുള്ള അമർഷവും അതൃപ്തികളും വരും നാളുകളിൽ പ്രതിഫലിക്കും. കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷത്തെ നയിച്ചത് VD സതീശനാണ്. മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ അദ്ദേഹം തന്നെ. പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് താൻ ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ കേസിയും മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അവസരം നഷ്ടമായ RCയും എന്തിന് രംഗപ്രവേശനം ചെയ്തു? അധികാരമോഹം അല്ലാതെന്ത് എന്നതിലുപരി അധികാരത്തോടുള്ള അത്യാഗ്രഹം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ചേരുന്നത്. അപ്പോൾ മറ്റൊരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.